നമസ്കാരം. ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇപ്പോൾ ചൂടേറിയ തകർപ്പൻ പ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ജനാധിപത്യത്തിൻ്റെ ഒരു ഉത്സവമാണ് ഈ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ. അതിനെക്കുറിച്ച് എല്ലാ വോട്ടർമാർക്കും പറയാൻ സാധിക്കുന്നതും അതുതന്നെയാണ്. എന്നാൽ കഴിഞ്ഞ കുറേയേറെ കാലമായി ഈ തെരഞ്ഞെടുപ്പുകളെയെല്ലാം തന്നെ അട്ടിമറിക്കാൻ, BJPക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി ഒത്താശ ചെയ്യുന്നുവെന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഇതോടെ രാജ്യത്തെ ജനങ്ങൾക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയോട്, EVM വഴിയുള്ള വോട്ടിങ്ങിനോട് വിശ്വാസമില്ലാത്ത രീതിയായി അതിപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഡൽഹി തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് ദേവേന്ദ്ര യാദവിൻ്റെ പേര് തന്നെയാണ്. കാരണം ദേവേന്ദ്ര യാദവ് ഏറ്റവും ജനപ്രീതിയുള്ള നേതാക്കളിൽ ഒരാൾ തന്നെയാണെന്ന് ആം ആദ്മി പോലും ഇപ്പോൾ തുറന്ന് സമ്മതിക്കുകയാണ്. അത്തരത്തിൽ വളരെയേറെ ജനപ്രീതിയുള്ള ദേവേന്ദ്ര യാദവ് മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ കോൺഗ്രസ് ഒരുപക്ഷെ അട്ടിമറി വിജയം ഡൽഹിയിൽ നേടിയേക്കാമെന്നാണ് റിപ്പോർട്ട്. കോൺഗ്രസ് അട്ടിമറി നീക്കത്തിലൂടെ വിജയിച്ചു കയറിയാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്ന് ആം ആദ്മിയിൽ നിരവധിയായിട്ടുള്ള നേതാക്കളും തുറന്നടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആം ആദ്മിയുടെ വോട്ട് ഷെയർ കുത്തനെ കുറഞ്ഞത് കോൺഗ്രസിലേക്ക് എത്തിയാൽ പോലും ഇതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളത് സത്യമാണ്. വളരെ കൃത്യമായും സ്വാതി മാലിവാൾ അടക്കമുള്ള നേതാക്കൾ പറയുന്ന ഒരു പ്രധാന കാര്യം ഇതുതന്നെയാണ്. നമുക്കറിയാം, അതിഷിയെ മുഖ്യമന്ത്രിയാക്കിയതിനു ശേഷം ആം ആദ്മിയിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി അതിരൂക്ഷമായിരുന്നു. കേജ്രിവാൾ എന്തിനാണ് ഇനിയും ഈ പാർട്ടിയുമായി മുന്നോട്ട് പോകുന്നത്? അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഈ പാർട്ടി പിരിച്ചുവിടുന്നതാണ് നല്ലത്. അത്തരത്തിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ ആം ആദ്മി നേതാക്കൾക്കെതിരെ വന്നപ്പോഴും അദ്ദേഹം കൃത്യമായി പറഞ്ഞത് തനിക്കും തൻ്റെ നേതൃത്വത്തിനും ഇതറിയില്ല എന്നാണ്. അങ്ങനെയുള്ള പുഴുക്കുത്തുകളെയൊക്കെ മാറ്റുമെന്നതാണ്. എന്നാൽ തലപ്പത്ത് തന്നെ ഏറ്റവും വലിയ അഴിമതി ആരോപണം കാണിക്കപ്പെടുന്നു എന്ന അവസ്ഥ വന്നപ്പോൾ ആ അഴിമതിയുടെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന കേജ്രിവാളിന് ഇപ്പോൾ സ്വയം എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയാണ്. അങ്ങനെ ആകെ സമനില തെറ്റിയ ഒരു മനുഷ്യനെ പോലെ തലങ്ങുമിലങ്ങും നടക്കുന്ന കേജ്രിവാളിനെയാണ് ഡൽഹിയിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. 2 കോടിയോളം വരുന്ന ജനങ്ങളുടെ കാവലാളായി നിൽക്കേണ്ട ജനപ്രതിനിധിയായിട്ടുള്ള ഒരു വ്യക്തി അഴിമതി കേസിൽ തീഹാർ ജയിലിൽ കിടക്കുന്നു എന്നതാണ് ഡൽഹി തെരഞ്ഞെടുപ്പിനെ വലിയ ടെസ്റ്റിലേക്ക് എത്തിക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ പക പോക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന രാഷ്ട്രീയവുമായി വന്നിരിക്കുന്ന കേജ്രിവാളിനെ ഇപ്പോൾ ഡൽഹിയിലെ ജനങ്ങൾക്ക് പഴയപടി വിശ്വാസമില്ല എന്നതാണ് സത്യം. കാരണം ജനങ്ങൾക്ക് സൗജന്യമായി ഓരോ വാഗ്ദാനങ്ങളും കൊടുക്കുന്നതൊക്കെ ഏത് അർത്ഥത്തിലാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിവേചന ബുദ്ധി അതിപ്പോൾ ഡൽഹിയിലെ ജനങ്ങൾക്കുണ്ട്. കേജ്രിവാളിൻ്റെ ആം ആദ്മി ഭരണവും ചേർന്ന് കഴിഞ്ഞ 10 കൊല്ലത്തോളം ഡൽഹിയുടെ സാമ്പത്തിക സ്ഥിതിയെ തകിടം മറിച്ചിരിക്കുന്നുവെന്നതിൻ്റെ CAG റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഏറ്റവും വലിയ അഴിമതി നടന്നിരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ ഒരു CAG റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോൾ കേജ്രിവാൾ കുടുങ്ങുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. വീണ്ടും അഴിമതി കേസിൽ അകത്തു പോയാൽ കേജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടി ഇനി പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിൽ ഈ രാജ്യത്ത് തകർന്ന് തരിപ്പണമാകുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യതകളിലേക്ക് ഇപ്പോൾ ഡൽഹിയിലെ കാര്യങ്ങളെല്ലാം തന്നെ നീങ്ങുന്നത്. ഇത് കേജ്രിവാളിനും അതിഷിക്കും തീർച്ചയായിട്ടും വലിയ രീതിയിൽ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.